എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ദിവസേനയുള്ള റേഷൻ അപ്ഡേറ്റിലേക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റു ചില കാര്യങ്ങളിലേക്കും സ്വാഗതം. ആദ്യം റേഷൻ വിതരണം തന്നെയാണ് പറയുന്നത്. പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ദിവസമാണ് നാളെ ഫെബ്രുവരി 27 ശനിയാഴ്ച ദിവസം. ഈ മാസത്തെ റേഷൻ വിഹിതങ്ങളും ജനുവരി മാസത്തെ ഭക്ഷ്യക്കിറ്റും വാങ്ങാനുള്ള അവസാന ദിവസമാണ് നാളെ. മന്ത്രിയുടെ അറിയിപ്പ് പ്രകാരം നാളെയാണ് അവസാന ദിവസം. പിന്നീട് ചിലപ്പോൾ 2-3 ദിവസം നീട്ടി നൽകിയേക്കാം. അതിനെക്കുറിച്ചുള്ള അറിയിപ്പ് വരേണ്ടതുണ്ട്. അത് ഇതുവരെ ലഭിച്ചിട്ടില്ല. അത് ലഭിച്ചാൽ അപ്പോൾ തന്നെ നിങ്ങളെ വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഫെബ്രുവരി മാസത്തെ എന്തെങ്കിലും ഭക്ഷ്യവിഹിതങ്ങൾ നിങ്ങൾ കൈപ്പറ്റാനുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ പോയി വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഭക്ഷ്യക്കിറ്റിന്റെ കാര്യം, ജനുവരി മാസത്തെ ഭക്ഷ്യക്കിറ്റാണ് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും ഈ ഒരു നാളത്തോടു കൂടി തീരുകയാണ്. അതിനി നീട്ടി നൽകുമായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ മാസം 28 ദിവസമാണുള്ളത്. അതിൽ 28ാമത്തെ തീയതി ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നാളെയാണ് ഫെബ്രുവരി മാസത്തെ ഔദ്യോഗികമായിട്ടുള്ള റേഷൻ കട പ്രവൃത്തി ദിവസമുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭക്ഷ്യവിഹിതങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ നാളെ തന്നെ പോയി വാങ്ങേണ്ടതാണ്. ഇത്രയാണ് നാളത്തെ റേഷൻ വിതരണത്തെ കുറിച്ച് പറയാനുള്ളത്. ഫെബ്രുവരി മാസത്തെ കിറ്റ് വിതരണം മാർച്ച് അവസാനം വരെ ഉണ്ടായിരിക്കുന്നതാണ്. ഫെബ്രുവരി മാസത്തെ കിറ്റ് എല്ലാ ആളുകൾക്കും ലഭിക്കുന്നില്ല. നിങ്ങളുടെ റേഷൻ കടയിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് റേഷൻ വിതരണത്തെ കുറിച്ച് പറയാനുള്ളത്. എല്ലാവരും ശ്രദ്ധിക്കുക. മറ്റൊന്ന്, നാളെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില അറിയിപ്പുകളാണ്. ഒന്നാമത്തെ പ്രധാനമായിട്ടുള്ള അറിയിപ്പ്, രാജ്യത്ത് 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഇനി കഷ്ടിച്ച് 1 മാസവും 6 ദിവസവുമാണ് ഇലക്ഷന് ഉള്ളത്. ഏപ്രിൽ 6-ന് സംസ്ഥാനത്ത് ഇലക്ഷൻ നടക്കും. മെയ് 2-നായിരിക്കും ഫലപ്രഖ്യാപനം. അതായത് നമ്മുടെ സംസ്ഥാനത്ത് ചൂട് കൂടുകയാണ്. രാജ്യത്ത് കഴിഞ്ഞ 5 ദിവസമായി രാജ്യത്തിലെ ഏറ്റവും ഉയർന്ന താപനില കേരളത്തിലാണ് എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു കണക്കാണ്. 35 ഡിഗ്രിക്ക് മുകളിലാണ് താപനില നിലവിൽ ഉള്ളത്. ആരോഗ്യവകുപ്പ് ഇത് സംബന്ധമായിട്ട് ചില മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ഉച്ച സമയത്ത്, അതായത് 11 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ പുറത്തിറങ്ങരുത്. നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാൻ ഇടവരരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് സൂര്യാഘാതം ഏൽക്കാൻ ഇടയാക്കും. അതുപോലെ തന്നെ പകൽ സമയത്ത് നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന ചായ, കാപ്പി, അതുപോലെ തന്നെ മദ്യം എന്നിവ പകൽ സമയത്ത് ഒഴിവാക്കണമെന്നും വകുപ്പ് നിർദ്ദേശിക്കുന്നു. ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുക. സദാസമയവും കയ്യിൽ വെള്ളം കരുതാനും ഓർമ്മിപ്പിക്കുന്നു. ഇനി നാളത്തെ സ്വർണ്ണ നിരക്കാണ് പറയുന്നത്. ഇനി പറയുന്നത് സ്വർണ്ണവിലയാണ്. സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. ഇന്നും സ്വർണ്ണവില കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ പവന് 34,600 രൂപയും 4,325 രൂപയുമാണ് ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില ഉള്ളത്. ഇന്ധനവില 93-ന് മുകളിൽ തുടരുകയാണ്. ഇന്നലെ പാചകവാതക വില വർദ്ധിക്കുകയുണ്ടായി. അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ സുരക്ഷാ പെൻഷനുകളുടെ വിതരണം ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. മാർച്ച് 5-ാം തീയതി വരെ ഇതിന്റെ ഒരു വിതരണം ഉണ്ടാകും. വരും ദിവസങ്ങളിൽ 60 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഈ ഒരു തുക എത്തിച്ചേരുന്നത് തന്നെ ആയിരിക്കും. ഇതുപോലുള്ള റേഷൻ അപ്ഡേറ്റുകളും മറ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോകളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.